കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചൊവ്വാഴ്ച കൂടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർത്ത് അവനെ ആരാധിപ്പാൻ ഭൂമിയിൽ നമുക്ക് തന്ന ഈ പുതുവർഷത്തിൻ്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2014 നമുക്ക് കർത്താവ് നല്ലവനായിരുന്നു. 2015 നമ്മൾ പ്രവേശിക്കുമ്പോൾ അതേ കർത്താവ് തന്നെ നമ്മളെ നടത്തണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ മാസം നമ്മൾ ചിന്തിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം പുസ്തകം ജോഷുവയുടെ പുസ്തകമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ഗോഡ്, മോശ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനത്തെ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു സ്റ്റേജ് വരെ എത്തിച്ചെങ്കിലും തുടർന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പ്രൈസ് ഗോഡ് ദൈവം യോശുവയെ ഒരുക്കി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജോഷുവയുടെ കൂടെയുള്ള തലമുറയിൽ, ജോഷുവയുടെ കൂടെയുള്ള മൊത്തം തലമുറയിൽ ഇനി ഒരു വ്യക്തി കൂടി മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മിസ്രൈമിൽ കണ്ടവരായിട്ടുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ചെങ്കടലിൽ കണ്ടവരായിട്ടുള്ളൂ. കാരണം ജനം ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും അതിന് വേണ്ട മഹത്വം കൊടുക്കാതെ അവന്റെ പ്രവൃത്തികളെ മറന്നു കളയുകയും ദൈവം ചെയ്തതിനെയൊക്കെ വിമർശന ബുദ്ധിയോടെ നോക്കുകയും ദൈവം കൊടുത്ത മന്നയെ പോലും ഇത് സാരമില്ലാത്തൊരാഹാരമാണ് എന്നൊക്കെയും പറഞ്ഞ് തള്ളിക്കളയും ചെയ്തപ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നു, പുറപ്പാട് പുസ്തകം മുതൽ സങ്കീർത്തനം വരെ എബ്രായ ലേഖനത്തിൽ ഒക്കെയും നമ്മൾ വായിക്കുന്നു, ആവർത്തിച്ചാവർത്തി എഴുതിയിരിക്കുന്നു, ഈ ജനം എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ക്രോധത്തിൽ ദൈവം കൈകളെ ഉയർത്തി സത്യം ചെയ്തു. പ്രൈസ് ഗോഡ്. ഈ തലമുറ ചത്തൊടുങ്ങുന്നത് വരെ വാഗ്ദത്ത നാട്ടിലേക്ക് കയറത്തില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ വാഗ്ദത്ത ദേശത്ത് കടക്കും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വ്യക്തമായ ആലോചന പ്രകാരം മരുഭൂമിയിൽ 40 വർഷം പ്രൈസ് ഗോഡ് ചുറ്റി നടന്ന ജനം മോശയുടെ സമയത്ത്, പുറപ്പാടിൻ്റെ സമയത്ത് പെസഹ ആചരിച്ച ജനം ഒറ്റെണ്ണം പോലും ബാക്കിയില്ലാതെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 2 പേരൊഴികെ തീർന്നുപോയി. ശേഷിച്ച 2 പേരിൽ ഒരു വ്യക്തിയാണ് ജോഷുവ. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് കാലേബ്. പ്രൈസ് ഗോഡ്. തിരുവചനം പല സ്ഥലത്തായി പറഞ്ഞു, ജോഷുവയും കാലേബും ഒഴികെ മറ്റാരും വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇറങ്ങിയവരാരും ഉണ്ടായിരുന്നില്ല. യോശുവ ജനത്തെ 33ാമത്തെ ക്യാമ്പ് സൈറ്റ്, പ്രൈസ് ഗോഡ്, ഒന്നാമത്തെ ക്യാമ്പ് സൈറ്റ് ഗോശൻ ദേശത്ത് നിന്ന് പുറപ്പെട്ട് രമസേസിൽ ഒരു പാളയം ഇറങ്ങി. അവിടെ നിന്ന് വീണ്ടും 32ാമത്തെ 2 സ്ഥലങ്ങൾ കഴിഞ്ഞ് 33ാമത് എരിഹോവിനെതിരെ മോവാബ് സമഭൂമിയിൽ ശിത്തീമിൽ അവർ പാളയമിറങ്ങി എന്ന് വചനം പറയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം അതിനു മുമ്പ് 32 സ്ഥലത്ത് അവർ പാളയമിറങ്ങി. 33ാമത്തെ സ്ഥലം മോവാബ് സമഭൂമിയിൽ എരിഹോവിനെതിരെ ശിത്തീമിൽ എന്ന് പറഞ്ഞാൽ 33ാമത്തെ ക്യാമ്പ് സൈറ്റിൽ നിന്നുകൊണ്ട്, പാളയത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ അവർക്ക് എതിരെ എരിഹോ കാണാം. പ്രൈസ് ഗോഡ്. എരിഹോ പട്ടണം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തമായി കൊടുത്ത പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറഞ്ഞ്
വാഗ്ദത്തമായി കൊടുത്ത കനാൻ ദേശത്തിലെ പട്ടണമാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാല് 40 വർഷത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കൾ തങ്ങളുടെ വാഗ്ദത്തം കണ്ണിന്റെ മുമ്പിൽ കാണത്തക്കവണ്ണമുള്ള അനുഭവത്തിൽ, അവസരത്തിൽ എത്തിയിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ജോഷുവയുടെ അധ്യായം ആരംഭിക്കുക, പുസ്തകം ആരംഭിക്കുക. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നമുക്ക് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് 2 to 5. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോടടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 5 കാര്യങ്ങളാണ് പ്രമാണിമാർ പാളയത്തിൽ കൂടെ നടന്നുകൊണ്ട് ജനത്തോട് ഘോഷിച്ചത്. 1, പ്രൈസ് ഗോഡ്, നിങ്ങൾ യഹോവയുടെ പെട്ടകം കാണുമ്പോൾ വാസസ്ഥലത്ത് നിന്ന് പുറപ്പെടണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2, ദൈവത്തിന്റെ സ്തോത്രം, പെട്ടകത്തെ ചുമക്കുന്ന പുരോഹിതന്മാരുടെ പിന്നാലെ നിങ്ങൾ ചെല്ലണം. ഇൻസ്ട്രക്ഷൻ നമ്പർ 2. ഒന്നാമത് പറയുന്നു, യഹോവയുടെ പെട്ടകം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലത്ത് നിന്ന് പുറപ്പെടണം, യാത്ര തുടങ്ങണം. 2, പെട്ടകം ചുമന്നുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ പിന്നാലെ ചെല്ലണം. 3 പറയുന്നത്, അങ്ങനെ ചെല്ലുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് പോകുന്ന പെട്ടകത്തിനും ഇസ്രായേലെ നിങ്ങൾക്കും ഇടയിൽ 2000 മുഴം അകലം വിടണം. അതിനപ്പുറത്തോട്ട് കയറരുത്. പ്രൈസ് ഗോഡ്. 4 പറയുന്നു, ഇങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 5 പറഞ്ഞത്, ഈ വഴിക്ക് മുമ്പേ നിങ്ങൾ പോയിട്ടില്ലല്ലോ. ഒടുവിലായി പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പാലിച്ചാൽ നാളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇത് നമുക്കുള്ളതാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഒരു സ്തോത്രം ചെയ്യാം. നിസ്സാരമായ 5 കാര്യങ്ങൾ നിന്റെ മനസ്സിൽ ഗ്രഹിച്ച് അത് അനുസരിച്ചാൽ ദൈവവചനം പറയുന്നു, കർത്താവ് പറയുന്നു, നാളെ ഈ നേരത്ത് നിങ്ങളുടെ ഇടയിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. എന്റെ ദൈവം പ്രൈസ് ഗോഡ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ അനുസരിക്കുവാൻ വേണ്ടി ചില നിസ്സാര വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ, അതനുസരിച്ച് ഞങ്ങൾ പുറപ്പെടുമ്പോൾ, അത് ഞങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു അതിശയം പ്രവർത്തിക്കുന്ന മഹാദൈവം, യോശുവയുടെ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. യോശുവയുടെ ദൈവം ജീവിക്കുന്നു, യോശുവയുടെ ദൈവം ജീവിക്കുന്നു, യോശുവയുടെ ദൈവം ജീവിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, യോശുവയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. 5 കാര്യം ഒന്നുകൂടെ 2 വായിച്ചാട്ടെ, ശരിയാണോ നോക്കി.
3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തിന്റെ നിയമപ്പെട്ടകവും അതിനെ ചുമക്കുന്നവരെയും കാണുമ്പോൾ നിങ്ങളുടെ വാസസ്ഥലം വിട്ട് പുറപ്പെടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിനകത്തൊരുങ്ങിയിരിക്കുന്ന കൽപ്പലകൾക്ക് എഴുതിയിരിക്കുന്ന ദൈവവചനം ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ പുറപ്പെടാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് അടുത്ത് പരിചയമുള്ളവരാണ്. എൻ്റെ ചർച്ചിലുള്ളവരുണ്ട്, ബാക്കി ഇല്ലാത്തവരാണെങ്കിൽ എനിക്ക് വളരെ അടുത്ത പരിചയമുള്ളവരാണ്. പ്രൈസ് ഗോഡ്. ഇവരുടെയൊക്കെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗം എനിക്കറിയാം. അത് ഞാൻ ഇന്ന് രാത്രി ഉറക്കെ പ്രഖ്യാപിക്കുന്ന സന്തോഷമുണ്ട്. എന്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പല പല വേഷത്തിലും നിറത്തിലുമുള്ള ഉടുപ്പുകളിട്ട് മഹാപുരോഹിതന്റെയും പുരോഹിതന്റെയും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കൂടെ നടന്നിരുന്ന ആമേൻ അനേകര്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അവർ വിശ്വസിച്ചിരുന്ന മാർഗത്തിൽ പെട്ടകത്തിന്റെ സ്ഥാനം വളരെ പുറകോട്ട് പോയെന്ന് കണ്ടപ്പോൾ, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ട ഗൗരവം കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ, ദൈവിക കൽപ്പനകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ, മനസ്സ് വിഷമിച്ച് മനസ്സ് നൊന്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒന്നിലും ഒരു തൃപ്തി വരാതെ ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുന്ന ഒരു ആരാധന ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ദൃഷ്ടിക്ക് മുമ്പിൽ, അവരുടെ കാഴ്ചപ്പാടിന്റെ മുൻപിൽ പ്രൈസ് ഗോഡ് ഒരു കാര്യം വെളിപ്പെട്ടു. എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം പ്രവാചകന്മാർ, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർ, രാജകീയ പുരോഹിത വർഗത്തിൽ പെട്ടവർ, ഹല്ലേലൂയ, നാട്ടിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് അകത്തളത്തിൽ ഒരു പ്രേരണ വന്നു. ഞങ്ങളുടെ വാസസ്ഥലം വിട്ട്, ഞങ്ങളുടെ അടിസ്ഥാനങ്ങൾ വിട്ട്, ഞങ്ങളുടെ ദൈവത്തെ വിട്ടിട്ടുള്ള യാത്ര വിട്ട് ദൈവവചനത്തിന് ഒരു സ്വാധീനവുമില്ലാത്ത ഞങ്ങളുടെ ജീവിതം വിട്ട്, ഞങ്ങളുടെ പാളയങ്ങൾ വിട്ട് ഞങ്ങൾ പോകും, പിന്നാലെ പോകും, ഈ പെട്ടകത്തിന്റെ പിന്നാലെ പോകും. അങ്ങനെ പുറപ്പെട്ട ജനം കരമഴിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആമേൻ. ശരിയാണോ? ശരിയല്ലേ? ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ കൊയർ ലീഡറായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മറ്റു ചിലരൊക്കെ കപ്പ്യാരുമാരായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മറ്റു ചിലരൊക്കെ പെരുന്നാൾ നടത്തിയിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന മറ്റു ചിലരൊക്കെ റാസയും ധൂപക്കുറ്റിയും വീശിയിട്ടുള്ളവരാണ്. പക്ഷെ എത്ര വീശിയിട്ടും, എത്ര പാടിയിട്ടും, എത്ര വർഷിപ്പ് ചെയ്തിട്ടും ആരാധനക്കാരന്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരാതെ വന്നപ്പോൾ ഒരു അതൃപ്തി അകത്ത് വ്യാപരിച്ചു, ഒരു ശൂന്യത അകത്ത് വ്യാപരിച്ചു. ഇനി ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ എന്ത് ചെയ്യണം? എന്തൊന്നുകൊണ്ട് ഞാൻ നിന്റെ സന്നിധിയിൽ വന്ന് കുമ്പിടേണ്ടു എന്ന് പഴയ നിയമത്തിൽ മീഖ ചോദിച്ചതുപോലെ, കർത്താവേ, നിന്നെ ഒന്ന് പ്രസാദിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ പറ്റും? ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ചിന്ത അകത്ത് വന്നപ്പോൾ, ഹല്ലേലൂയ, വെളിപ്പെട്ട് കിട്ടിയ വചന സത്യങ്ങൾ അതിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി ഇറങ്ങിയ ഒരു കൂട്ടം ഇവിടെ ഇരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. 1972 ഡിസംബർ മാസം 31-ാം തീയതി പ്രൈസ് ഗോഡ് ജലത്തിലേക്ക് സ്നാനത്തിന് ഇറങ്ങാൻ, ആമീൻ, ഒക്ടോബർ മാസം 2-ാം തീയതി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ ദൈവവചനത്തിന്റെ വെളിപ്പാട്, ആമീൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. 20 വയസ്സ് മാത്രമുണ്ടായിരുന്ന എൻ്റെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ
ചെയ്തപ്പോൾ ദൈവദാസൻ ഞാനും അതാണ് ചെയ്തത്. അതിൻ്റെ ഫലമാണ് ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പ്രസംഗിക്കത്തക്കവണ്ണം എനിക്കിടയായത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് കേട്ട ദൈവിക വചനങ്ങളുടെ സത്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്. അവൻ പാടിയ കോറസ് ഇന്നും എൻ്റെ ഈ ചെവിട്ടിൽ മുഴങ്ങുന്നു. ഒരുപക്ഷെ നിങ്ങളുടെയും ചെവിട്ടിൽ മുഴങ്ങുന്നുണ്ടാകും. അന്ന് ഞാൻ കേട്ടതുപോലെ ഇതുപോലൊരു കോറസ് നിങ്ങളും കേട്ട് കാണും. എന്തുകൊന്നറിയാമോ? ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. No turning back. No turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ 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 ഇന്ന് രാത്രി പിന്മാറാതെ 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 യേശുവിന്റെ പിൻപേ പോകാൻ ഞാനും ഉറച്ചതാണെന്ന് ഓർമ്മയുള്ളവർ കരമുയർത്തി സ്തോത്രം ആരാധിക്കാമോ? ആമേൻ. ഈ നാളുകളിൽ ആ ഒരു ഉറപ്പ് ഇപ്പോഴും ഉണ്ടാകണം അകത്ത്. മനസ്സിലായോ? എന്തെല്ലാം എതിർപ്പ് വന്നാലും എന്തെല്ലാം പ്രശ്നം വന്നാലും എന്ത് ചെയ്യത്തില്ല? പിന്മാറത്തില്ല. ജീവിതത്തിൽ എതിർപ്പുകൾ വന്നിട്ടും പിന്മാറാതെ മുന്നോട്ട് തന്നെ പോകുമെന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലത്തുണ്ടായിരുന്ന ആളാണ് INP സഹോദരൻ. പ്രൈസ് ഗോഡ്. എത്ര പ്രശ്നങ്ങളുടെ മുമ്പിലാണ് നിന്നെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യം, എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഹൃദയത്തിൽ നിന്ന് ഉറപ്പാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉയരത്തിനോ ആഴത്തിനോ ദൂരന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് മറ്റ് യാതൊരു സൃഷ്ടിക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ ജീവനോ മറ്റ് യാതൊന്നിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആമേൻ. കാരണം എന്നറിയാമോ? വാസസ്ഥലങ്ങൾ പുറപ്പെട്ട് കണ്ട കാഴ്ചയ്ക്ക് മുമ്പിൽ ദർശനത്തിന്റെ പുറകെ, നിയമപ്പെട്ടകത്തിന്റെ പുറകെ, പ്രൈസ് ഗോഡ്, സ്റ്റെപ്പ് എടുത്ത് വച്ചു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കണ്ടു. ആമേൻ. സമാധാനം ലഭിച്ചു, സന്തോഷം ലഭിച്ചു, വിടുതലുകൾ ലഭിച്ചു, അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഇന്ന് രാത്രിയിലും ദൈവം നല്ലവൻ 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 എന്ന് പാടുമ്പോൾ ആമേൻ, ദൈവം നിർത്തിയിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയും
നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക്. വിശ്വാസമുണ്ടോ? ഒരു നന്മയും ദൈവം എനിക്ക് മുടക്കത്തിലെന്ന് വിശ്വാസമുണ്ടോ? ഇന്ന് നിനക്ക് തിന്മയാണെന്ന് തോന്നുന്ന വിഷയങ്ങളെല്ലാം നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വാസമുണ്ടോ? സ്തോത്രം ചെയ്യേ, സ്തോത്രം ചെയ്യേ. യേശുവിന്റെ നാമത്തിൽ 2015 ആദ്യ മാസത്തിൽ തന്നെ തിന്മയായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മയായി വന്നുകൊണ്ടിരിക്കുന്ന സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പം ഒന്നാമത് ചെയ്യേണ്ടത് പുറപ്പെടണം. 2014 കഴിഞ്ഞില്ലെങ്കിൽ 2015 കഴിയണം. എന്തിനാണെന്നറിയാമോ? നാളെ അതിശയം പ്രവർത്തിക്കുന്നത് കാണുവാൻ. Tomorrow my God is going to do a miracle. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാളെ ഇറ്റ്സ് എ ഫ്യൂച്ചർ ടെൻസ്. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം അറിയാമോ? നാളെ അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഒരു കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം, ഇന്നത്തെ അനുഭവം മാറും. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഏത് അനുഭവത്തിൽ വന്നെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി ഈ 2015 ആദ്യത്തെ മാസത്തിന്റെ 2ാമത്തെ ആഴ്ചയിൽ തന്നെ ഞാനൊരു കാര്യം ഉറക്കെ നിങ്ങളോട് പ്രസ്താവിക്കട്ടെ. ഇന്ന് നിങ്ങളായിരിക്കുന്ന ആമേൻ അനുഭവത്തിന് മാറ്റം വരും. ഈ അനുഭവം മാറും. ഈ അനുഭവം മാറും. ഈ അനുഭവം മാറും. രക്തത്താൽ ജയമെടുക്കുക. ആമേൻ. കാരണം 3-ാം വാക്യം വെച്ച് വായിച്ച വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെ, അതിന്റെ വെളിപ്പാടുകൾ വരുന്നത് ഞാൻ പറയാം. കുറച്ചുകൂടെ വെളിപ്പാട് അതിനകത്ത് കിട്ടണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. രണ്ടാമത് ചെയ്യേണ്ടത് അതിന്റെ പിന്നാലെ ചെല്ലണം. പിന്നാലെ ചെല്ലുക എന്ന് പറയുമ്പോൾ ഇത് സ്തോത്രം, അതിന്റെ സാങ്കേതികമായ ഒരു കാര്യം ഞാൻ പറയാം, ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നാലെ ചെല്ലുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിന്റെ സാങ്കേതികമായ വിഷയം ഏതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പിന്നാലെ ചെല്ലുക എന്ന് പിന്നാലെ പോകാൻ തീരുമാനിച്ചാൽ ഈ വിഷയത്തിന്റെ അർത്ഥം, ഈ കാര്യത്തിന് അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം പ്രയോജനമില്ല. ആരെങ്കിലും ഒരാളൊന്നും എഴുന്നിട്ട് കൊണ്ട് വരാമോ? എനിപ്പടി ആരെങ്കിലും ഒന്നും വരാൻ എഴുന്നിട്ട് സമയം പോകുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. സൂരജ്, ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്, സൂരജിന്റെ പിന്നാലെ പോകും. പ്രൈസ് ഗോഡ്. ഇനി സൂരജ് ഈ സ്റ്റേജിൽ കൂടെ നടന്ന് നേരെ നടന്നുവെച്ചാൽ പൊക്കോ. കാണുന്നുണ്ടല്ലോ, ഈ തിരിഞ്ഞു നോക്കണം നടക്കുക. പ്രൈസ് ഗോഡ്. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകണം. എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ സൗകര്യത്തിനല്ല, എൻ്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സന്തോഷത്തിനല്ല. പെട്ടകം എങ്ങോട്ടെല്ലാം പോകുന്നുവോ അതിന്റെ പുറകെ ഞാൻ ചുവടുകൾ വെച്ച് നടക്കുകയാണ്. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അതിന്റെ പിന്നാലെ ഞാൻ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോവുകയാണ്. 2014 സാധിച്ചിട്ടില്ലെങ്കിൽ 2015 തീരുമാനമെടുക്കുക. നിന്റെ പിന്നാലെ, നിന്റെ പെട്ടകത്തിന്റെ പിന്നാലെ ഞാൻ വരും. ജയമെടുക്കുകയാണ്. ആമേൻ.
പ്രൈസ് ഗോഡ്. അപ്പൊ ആ ഒരു തീരുമാനം ഒന്നാമത് എടുക്കേണ്ടത്, പെട്ടകം കാണുമ്പോൾ, ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ വാസസ്ഥലം വിട്ട് പുറപ്പെടണം. രണ്ടാമത്, പുറപ്പെട്ടവർ ആ ഏത് പെട്ടകം കണ്ടിറങ്ങിയോ അതിൻ്റെ പിന്നാലെ തന്നെ പോകണം. ഇന്ന് വിശ്വാസ ഗോളത്തിന് പറ്റിയ പരാജയം ഞാൻ പറയാം. വചനം കേട്ട് വചനം വിശ്വസിച്ച് ഇറങ്ങിയതാണ്, പക്ഷേ ഇന്ന് പിൻപറ്റുന്നത് വചനത്തെ അല്ല, മറ്റു പലതിനെയും മറ്റു പലരെയും പിൻപറ്റുന്ന വിശ്വാസിയെ നീ തകർന്നു പോകും. എന്നാൽ സിയോനിൽ ഇടുന്ന മൂലക്കല്ല് അതിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. നീ നിന്റെ തലമുറയും തകരത്തില്ല, നിന്റെ കുടുംബം തകരത്തില്ല, നിന്റെ ജീവിതം തകരത്തില്ല, നിന്റെ പ്രത്യാശ തകരത്തില്ല, ഒന്നും തകരത്തില്ല. രക്തത്താൽ ജയമെടുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 24 മുതൽ വാക്യങ്ങളിൽ നമുക്ക് വേണ്ടി എഴുതി വെച്ചത് ശ്രദ്ധിക്കാം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ആമേൻ. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യൻ. എന്റെ ഗുണം അറിയുന്ന എപ്പോഴാണെന്നറിയാം? അടുത്ത വാക്യം. വൻമഴ ചൊരിഞ്ഞു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല, അത് വീണില്ല. 2014 2013 2012 പുറകോട്ട് നോക്കിയാൽ എന്നാണ് നിങ്ങൾ പണി ആരംഭിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആ പണിതത് 2015 നിലനിൽക്കും, 16 നിലനിൽക്കും, 17 നിലനിൽക്കും. അവൻ വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, കൊടുങ്കാറ്റടിക്കും, വീടിന്മേൽ അലയ്ക്കും, വീഴുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ഉറപ്പ്, വീഴത്തില്ല. ആ ഉറപ്പോടെയാണ് പിന്നാലെ പോകുന്നത്. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ കാര്യം, എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ യഹോവയുടെ പെട്ടകത്തിനും നിങ്ങൾക്കുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വാക്യമാണ്. പലരും ധരിച്ചു വെച്ചെന്നറിയാമോ? പെട്ടകത്തോട് അടുക്കാൻ പാടില്ല, 2000 മുഴം ദൂരവേ നിൽക്കാൻ പാടുള്ളൂ. അല്ല അല്ല അല്ല. പ്രൈസ് ഗോഡ്. പഴയ നിയമ ആചാരപ്രകാരം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, പഴയ നിയമത്തിന്റെ പ്രമാണമനുസരിച്ച്, ആമേൻ ഹല്ലേലൂയ, കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്ന യഹോവയുടെ നിയമത്തിന്റെ പെട്ടകം ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ മറച്ചുകൊണ്ടൊരു തിരശീല, പ്രൈസ് ഗോഡ്, പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമർനൂൽ, ചുവപ്പുനൂൽ മുതലായ കൊണ്ട് നെയ്ത്തുപണിക്കാരന്റെ അവൻ ഭംഗിയായി നെയ്തെടുത്ത തിരശീല, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ തിരശീല ദൈവത്തിന് ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്ന തിരശീല കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും ചിന്തിക്കൊണ്ട് മുൾമുടി ധാരിയായി സ്വന്തം തോളിൽ തല ചായ്ച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി, it is finished. അത് പറഞ്ഞ നിമിഷത്തിൽ യെരൂശലേം ദേവാലയത്തിലെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു അത്ഭുതം സംഭവിച്ചു, ഒരു മഹാസംഭവം നടന്നു. ദേവാലയത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിവരെ രണ്ടായി കീറിപ്പോയി. യേശുവിന്റെ നാമത്തിൽ ജീവനുള്ള പുതുവഴിയായി തന്റെ സ്വന്തം രക്തത്താൽ കർത്താവായ യേശു ക്രിസ്തു ഒരു പുതിയ പാത എനിക്ക് നിനക്കും വേണ്ടി വെട്ടി തുറന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പെട്ടകത്തിന്റെ ഡിസ്റ്റൻസ് ഇസ് എ ക്വസ്റ്റ്യനബിൾ സ്റ്റേറ്റ്മെന്റ്, സംശയമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹല്ലേലൂയ.
എന്നാൽ നമ്മൾ ആ ജനത്തിൻ്റെ കൂടെ നിന്ന് ഇറങ്ങി നിന്നാൽ, പ്രൈസ് ഗോഡ്, 12 ഗോത്രത്തിൽ നിന്ന് ശിത്തീമിൽ മോവാബ് സമഭൂമിയിൽ യെരിഹോവിനെതിരെ പാളയമടിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് ഇറങ്ങി അവരുടെ കൂടെ ഒന്ന് നിന്നാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്കിത് മനസ്സിലാവും. യോർദാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നദിയുടെ തീരത്ത്. വായിക്കാം 3-ാം അധ്യായം 15-ാം വാക്യം. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളും വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ, ദൂരെ കാണുന്ന യെരിഹോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഹല്ലേലൂയ, തടസ്സമായി നിന്നുകൊണ്ട് യോർദാൻ നദി വടക്ക് നിന്ന് തെക്കോട്ട്, പ്രൈസ് ഗോഡ്, ഗലീല കടലിൽ നിന്ന് ചാവ് കടലിലേക്ക്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിവേഗത്തിൽ കര കവിഞ്ഞ് പാഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജനത്തിന് കാണാമെന്നല്ലാതെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. എലീശ പ്രവാചകൻ, ദൈവത്തിന് സ്തോത്രം, ക്ഷാമം കൊണ്ട് ദൈവത്തിന് സ്തോത്രം മുപ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, നാളെ ശമരിയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 2 സേയ ഗോതമ്പും 1 സേയ യവവും വിൽക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദേശത്ത് കഴുതത്തലയ്ക്ക് 1-ന് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാക്കാഷ്ടത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറിയെന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ എന്തുവാന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതിപ്പോൾ വിവരിക്കുന്നില്ല. ഏതായാലും മനസ്സിലാക്കിയാൽ മതി. വിലക്കയറ്റം, ഭക്ഷണമില്ല, ജനമെല്ലാം പട്ടിണിയിൽ കിടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആമേൻ. പ്രവാചകൻ എലീശ ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശെക്കലിന് 1 സേയ ഗോതമ്പും 2 സേയ യവവും വിൽക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ട് നിന്ന രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ വിളിച്ചു പറഞ്ഞു, ആകാശത്ത് ദൈവം കിളിവാതിലുണ്ടാക്കിയാലും ഈ കാര്യം നടക്കുമോ? പ്രവാചകൻ പെട്ടെന്ന് അവന്റെ നേരെ തിരിഞ്ഞ് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദൈവം സംഭവിച്ചത് നടക്കും, നിന്റെ കണ്ണുകൊണ്ട് കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. നാളെ ഈ നേരത്ത് അതിശയം പ്രവർത്തിക്കുമെന്ന് പ്രമാണിമാർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എല്ലാ പാളയത്തിലും കൂടെ നടന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാനല്ല, അത് കാണാനല്ല, അത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ജനമാണ് നമ്മളെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. അത്ഭുതത്തെ കുറിച്ച് കേൾക്കാനല്ല, അത്ഭുതം കാണാനല്ല, അത്ഭുതം അനുഭവിക്കാൻ. ജീസസ്, 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 ജീസസ്. ഇന്ന് രാത്രി കർത്താവേ, അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കാനല്ല, അത്ഭുതങ്ങളെ കാണാനല്ല, അത്ഭുതങ്ങൾ അനുഭവിക്കാൻ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറ, കർത്താവേ, I don't want to see miracles happening, but I want to experience it. എനിക്കത് അനുഭവിക്കണം, എനിക്കത് അനുഭവിക്കണം, എനിക്കത് അനുഭവിക്കണം. അകമ്പടി നായകനെ പോലെ അല്ല കർത്താവേ. ആമേൻ. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്, കേട്ട വചനം ഉപകാരമായി വരണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ച് 4-ാം വാക്യം. 4-ാം അധ്യായം അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി കേട്ട വചനം നമുക്ക് ഉപകാരമായി വരണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന സകലർക്കും ഇന്ന് കേൾക്കുന്ന വചനം ഉപകാരമായി തീരണം, ഉപകാരമായി തീരണം.
വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് ഗോഡ്. യോശുവ വിളിച്ചു പറയിപ്പിച്ചത് ഇപ്പോഴാണ്, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ദൈവവചനം ഉപകാരമായി തീരുമ്പോൾ, ദൈവവചനം അത് യാഥാർത്ഥ്യമായി തീരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അനുഭവമായി മാറുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, യോശുവ ഘോഷിച്ചതുപോലെ, പ്രമാണിമാർ ഘോഷിച്ചതുപോലെ, നാളെ യഹോവ ദൈവം നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2:5 അല്ലേ, 3:5. യോശുവ 3:5 ഒന്നുകൂടെ വായിച്ച. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ to my God, I am going to be separated unto my God. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഈ 2015 രണ്ടാം ചൊവ്വാഴ്ചയിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കും, ദൈവത്തിന് വേണ്ടി വേറിട്ട് നിൽക്കും. തീരുമാനിക്കുന്നവരെ കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? നിങ്ങൾ ശുദ്ധീകരിപ്പീൻ, നിങ്ങൾ ശുദ്ധീകരിപ്പീൻ. Separate unto the Lord, separate unto the Lord, separate unto the Lord. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, എന്നെ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിക്കുന്നു, വേർതിരിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഒരു വേർതിരിവിലേക്ക് നടത്തണമേ. ഹൃദയങ്ങളെ ടച്ച് ചെയ്യണമേ, ഹൃദയങ്ങളെ നീ തൊടണമേ. ആമേൻ. ദൈവമക്കളെ, നിങ്ങള് കള്ളുകൂടി നിർത്താൻ ശ്രമിക്കണ്ട, ചാരായം കൂടി നിർത്താൻ ശ്രമിക്കണ്ട, ബിയർ കുടിക്ക് നിർത്താൻ ശ്രമിക്കണ്ട. കർത്താവിന്റെ അടുത്തോട്ട് മാറി നിന്നാ മതി. അഭിനയമല്ല, ഞാൻ കർത്താവിന്റെ കൂടെയാണെന്നും, കർത്താവ് എന്റെ കൂടെയാണെന്നും, ഞാൻ കർത്താവിന്റെ വലിയ ആളാണെന്നും, ഞാൻ ശുശ്രൂഷകനാണെന്നും, ഞാൻ പാസ്റ്ററാണെന്നുമുള്ള അഭിനയം മാറ്റി നിർത്തി യഥാർത്ഥത്തിൽ യേശുവിന്റെ കൂടെയൊന്നും നിൽക്ക. അശുദ്ധിയിലേക്ക് നീ തൊടത്തില്ല. ജീസസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറെ എണ്ണങ്ങള് പാസ്റ്ററാ, പ്രസംഗകരാ, പ്രവാചകനാ, വിശ്വാസിയാ. കാപ്പട്ട നാടകം 2014 നീ കളിച്ചു കാണും. പ്രൈസ് ഗോഡ്. 15 ഇന്നെങ്കിലും ഒരു തീരുമാനമെടുക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനായി ജീവിക്കും. ഞാൻ യഥാർത്ഥത്തിൽ കള്ളുകൂടി നിർത്തും, യഥാർത്ഥത്തിൽ ബിയർ കൂടി നിർത്തും, യഥാർത്ഥത്തിൽ ചാരായം കൂടി നിർത്തും, യഥാർത്ഥത്തിൽ സിഗരറ്റ് വലി നിർത്തും, യഥാർത്ഥത്തിൽ പുകലയടിക്കൽ നിർത്തും, ഹാൻഡ്സും ഒക്കെ അങ്ങ് നിർത്തുമെന്ന്. പ്രൈസ് ഗോഡ്. യഥാർത്ഥത്തിൽ വഴക്കുണ്ടാക്കൽ നിർത്തും, യഥാർത്ഥത്തിൽ അസൂയ നിർത്തും, യഥാർത്ഥത്തിൽ പ്രൈസ് സ്വാർത്ഥത നിർത്തും, യഥാർത്ഥത്തിൽ ആളാകാനുള്ള ആഗ്രഹമുണ്ടല്ലോ, എന്ത് ചെയ്താലും ആളാകാൻ പറ്റത്തില്ലെങ്കിൽ ആളുടെ പൊടി പോലും കാണത്തില്ല. ആളാകാൻ അവസരം കിട്ടിയാൽ അതിനെ നടുക്കുകയാണ്. നിർത്തണം. 2015 ഇതൊക്കെ നിർത്തണം. എന്നിട്ട് എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. യോർദാൻ നദിയുടെ തീരത്ത് നിന്നുകൊണ്ട്, അയനോൻ കടവിൽ നിന്നുകൊണ്ട്, പ്രൈസ് ഗോഡ്, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്യം ഹൃദയത്തിന്റെ ആപ്തവാക്യമായി എഴുതി ജീവിതത്തിന്റെ ഒരു പ്രമാണമായി മാറ്റണം. അവനോ വളരണം, ഞാനോ കുറയണം. തീരുമാനിക്കാമെങ്കിൽ കരമുയർത്തി സ്തോത്രം പറ. യേശു വളരട്ടെ, യേശു വളരട്ടെ, യേശു വളരട്ടെ, ഞാൻ കുറയണം. ഇന്ന് ഒത്തിരി എണ്ണത്തിനും യേശു വളർന്നാലും തളർന്നാലും വിഷയമില്ല, ഞാനങ്ങ് കയറണം, മാറണം. പ്രൈസ് ഗോഡ്. എല്ലാ ശുശ്രൂഷയുടെയും പുറകിൽ പലപ്പോഴും ഈ ഒരു ടെംപ്റ്റേഷൻ വന്നാലും യേശുവിനോട് ചേർന്ന് നിന്നാൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ആമേൻ.
ഒരിക്കലൊരു ക്ലാസ്സിലൊരു സാറ് ബ്ലാക്ക് ബോർഡിൽ ഒരു വര വരച്ചു. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറഞ്ഞു, ഈ വര മായ്ക്കാതെ ഇതിനെ ചെറുതാക്കാമോ എന്ന് ചോദിച്ചു. പറ്റത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ഒരു കൊച്ചനെ എഴുന്നേറ്റപ്പോൾ ഞാൻ ചെറുതാക്കി തരാമെന്ന് പറഞ്ഞു. എന്നറിയാമോ, അവൻ ആ വരയുടെ ഇപ്പുറത്തൊരു വലിയ വരയങ്ങ് വരച്ചു. നിന്റെയൊക്കെ സൈഡിൽ ആ വലിയ വര യേശുവിനെ ഒന്ന് വരയ്ക്കണം. നമ്മുടെയൊക്കെ സൈഡിൽ യേശുവിനെ ഒന്ന് വരയ്ക്കണം. യേശു മാത്രം വലിയവനെന്നും യേശു മാത്രം ഉന്നതനെന്നും പറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം 2015 എഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യ്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. ദൂതന്മാരിൻ ഭോജനത്താലേ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൻ ഭോജനത്താലേ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങെ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാം. അങ്ങെ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാം. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടും. അവന് വേണ്ടി വിശുദ്ധീകരിക്കുന്നവർക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുന്ന ദൈവത്തെ അറിയാവുന്ന ഒരു സ്തോത്രം ചെയ്യേ. നാളെ നിനക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കും. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. ആമേൻ. ഞാൻ വിശ്വസിക്കുക കേട്ടോ, നാളെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യും. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർ സാധിക്കും? I believe, I believe, I believe, I believe God is going to do a miracle for me tomorrow. എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ഞാൻ പറയാം, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറുന്നേ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറുമെന്ന്. എത്ര ഗതികെട്ട അവസ്ഥയായാലും, എത്ര വേദനിപ്പിക്കുന്ന അവസ്ഥയായാലും, എത്ര നിരാശയുടെ അനുഭവമായാലും, എത്ര ഭയപ്പെടുത്തുന്ന അവസ്ഥയായാലും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. വിശ്വസിച്ചുകൊണ്ട് കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുക. മാറ്റം മുന്നിൽ കണ്ടുകൊണ്ട്, മാറ്റം മുന്നിൽ കണ്ടുകൊണ്ട്, മാറ്റം മുന്നിൽ കണ്ടുകൊണ്ട്. ആമേൻ. അപ്പൊ 1 പെട്ടകം കാണണം, 2 പുറകെ ചെല്ലണം, 3 പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 2000 മുഴം അകലമിടണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അത് മനസ്സിലാകണം. ഞാനീ പറഞ്ഞ ഒന്നുമല്ല. കാരണം തിരശ്ശീല 2 പിരിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതി ഇരുഭാഗത്തെയും ഒന്നാക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ.
മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം, ഞാൻ അവരുടെ ഇടയിൽ വസിക്കും, അവരോട് കൂടെ നടക്കും. ഇതൊക്കെ കിടക്കുമ്പോൾ പ്രൈസ് ഗോഡ്, അങ്ങനെ ദൂരെ പോയി നിൽക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. പിന്നെ എന്തിനാ ഈ 2000 മുഴം ദൂരം? പ്രൈസ് ഗോഡ്, നീ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പോയി നിന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 2000 പേര് ഇതിനകത്ത്, പ്രൈസ് ഗോഡ്, 12 ഗോത്രത്തില്ല 30 ലക്ഷം ജനം ഇവിടെ നിൽക്കാന്ന് വിചാരിക്കുക. ഈ 30 ലക്ഷം ജനത്തിനും പ്രൈസ് ഗോഡ്, അടുത്ത വാക്യം വായിച്ചേ, 2000 മുഴം അകലം വിടണം എന്നുള്ള കഴിഞ്ഞിട്ട്, അതിനോട് അടുക്കരുത്, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, 2000 മുഴം ദൂരത്തിൽ നിന്നെങ്കിൽ മാത്രമേ ഈ 30 ലക്ഷം പുരുഷാരത്തിനും ഈ പെട്ടകം കാണാൻ പറ്റൂ. മനസ്സിലായോ? നിന്റെ ഗുണത്തിനാ ദൂരെ പോയി നിൽക്കുന്നത്, എന്റെ ഗുണത്തിനാ ദൂരെ പോയി നിൽക്കുന്നത്. എനിക്ക് പോകേണ്ടുന്ന വഴി അറിയത്തില്ല. ഞാൻ പെട്ടകത്തിന്റെ പുറകെ പോകാൻ തീരുമാനിച്ചാൽ എന്റെ കണ്ണിന്റെ വിഴിയിൽ നിന്ന്, കണ്ണിന്റെ ദൃഷ്ടിയിൽ നിന്ന്, ദൃഷ്ടിപഥത്തിൽ നിന്ന് ഈ പെട്ടകം മറയാൻ പാടില്ല. എനിക്ക് മാത്രമല്ല, എന്റെ മക്കൾക്ക് മറയാൻ പാടില്ല, എന്റെ കൂട്ടാളിക്ക് മറയാൻ പാടില്ല, എന്റെ ചാർച്ചക്കാർക്ക് മറയാൻ പാടില്ല, എന്റെ ഗോത്രങ്ങൾക്ക് മറയാൻ പാടില്ല. ഇസ്രായേലിലെ 12 ഗോത്രത്തിനും ഈ പെട്ടകം കാണാൻ സാധിക്കണമെങ്കിൽ 2000 മുഴം മുമ്പിൽ നിൽക്കണം. നിനക്ക് വേണ്ടി ഉയർത്തപ്പെട്ട പാറ, പിളയ്ക്കപ്പെട്ട പാറ, തുളയ്ക്കപ്പെട്ട കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ നിന്നെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാനല്ല, നീ അടുത്ത് ചെന്നാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? ബാക്കിയുള്ളവന് കാണാൻ പറ്റാതെ പോകും. വിശ്വാസത്തിലേക്ക് വന്ന ദൈവത്തിന്റെ പൈതലേ, നീ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് മറ്റുള്ളവന് നീ തടസ്സമാകരുത്. നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമാകരുത്. നീ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് നീ തടസ്സമാകരുത്. ഞാനും നീയും തടസ്സമാകരുത്. പ്രൈസ് ഗോഡ്. ഇന്ന് അനേകർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ളവരുടെ ശുശ്രൂഷയെ ചവിട്ടി മെതിച്ച് മറ്റുള്ള ശുശ്രൂഷകളെ തകർത്തുകൊണ്ട് മുന്നേറുന്നത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നീ 2000 മുഴം അകലം പാലിക്കാതെ മുന്നോട്ട് പോവുകയാണ്. നിനക്ക് കിട്ടിയ ശുശ്രൂഷ, നിനക്ക് കിട്ടിയ ആ വെളിപ്പാട്, നിനക്ക് കിട്ടിയ കാഴ്ചപ്പാട് നിന്റെ കൂടെയുള്ള ജനത്തിന് വരണമെങ്കിൽ നീ മുമ്പിൽ കയറി അവൻ തടസ്സമുണ്ടാക്കരുത്. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാം. ശുശ്രൂഷയുള്ളവരൊക്കെ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ ശുശ്രൂഷക്കാരനായിട്ട് നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് തടസ്സം വരുത്തുന്നവനാകത്തില്ല, മറ്റുള്ളവരുടെ ചാൻസിനെ നശിപ്പിക്കുന്നവനാകത്തില്ല, മറ്റുള്ളവരെ തട്ടിമറിച്ചിട്ടുകൊണ്ട് അവൻ തന്ത്രങ്ങൾ മെനഞ്ഞ് സ്റ്റേജിൽ കയറത്തില്ല. ഇന്നത്തെ ശാപം അതാണ്. വിളിയുള്ളവനൊക്കെ അകലെ, വിളിയില്ലാത്തവനൊക്കെ മുമ്പില്. ഇടിച്ചു കയറല്ലേ, ഇടിച്ചു കയറല്ലേ. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നടത്താൻ ദൈവം വിശ്വസ്തൻ. 2000 മുഴം അകലം വിട്ടേക്കുന്നത് എൻ്റെ ഗുണത്തിനാണ്, എൻ്റെ ഗുണത്തിനാണ്. ഞാൻ ആ 2000 മുഴം അകലത്തിൽ നിന്നുകൂടെ പോകുമ്പോൾ എൻ്റെ പുറകിലുള്ളവൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പണ്ട് കല്യാണം നടത്തുമ്പം ദൈവത്തെ സ്തോത്രം, ആളുകളൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തുമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇപ്പം ഇരുത്താറില്ല. കാരണം എന്നറിയാമോ? ഇവിടുത്തെ സീറ്റിൻ്റെ ക്രമം അനുസരിച്ച് ഏത് ചോട്ട വന്നിരുന്നാലും ഇങ്ങോട്ട് കാണാം. 4 അടി പൊക്കമുള്ളെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, 7 അടി പൊക്കം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണാൻ പറ്റും. എഴുന്നേറ്റ് നിന്നാൽ ഈ 7 അടിക്കാരൻ എഴുന്നേറ്റത്തെ സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്കുക, അതിൻ്റെ പുറകിൽ ഒരു 5 എണ്ണത്തിന് കാണുകയാണ്. മനസ്സിലായോ? അങ്ങനെ എഴുന്നേറ്റ് നിൽക്കല്ലേ. നീ വലിയ ആളാ, സമ്മതിച്ചു. നിനക്ക് ഭയങ്കര കഴിവാ, സമ്മതിച്ചു. ഭയങ്കര ടാലന്റാ, ചിലരൊന്ന് ടാലന്ത്, ശരിയാ, സമ്മതിച്ചു. പക്ഷെ നിന്റെ താലന്തും കൊണ്ട് നീ എഴുന്നേൽക്കുമ്പോൾ പുറകിൽ ഒരുത്തൻ്റെ ദൃഷ്ടി മറച്ചുകൊണ്ടാകരുത്. അവൻ ദൈവത്തിൽ നകലാനിടയാകരുത്, അവൻ ദൈവത്തെ കാണാൻ തടസ്സമാകരുത്. നീ ഞാനും ആകരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ദൈവത്തിനെ നടത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മരുഭൂമിയിൽ കൂടെ ക്ഷീണിച്ചു വന്ന ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നടത്താൻ ദൈവത്തിന്റെ പദ്ധതി. അവന്റെ പെട്ടകം മുന്നോട്ട് കൊണ്ടുപോയി. നീ അതിൽ നോക്കി നടന്നു, വേറെ ആരെയും നോക്കണ്ട. ജോഷുവ പറഞ്ഞില്ല, ഞാൻ പോകുന്നതിന് പുറകെ വന്നാന്ന് പറഞ്ഞില്ല.
അതിനേക്കാൾ വലിയ പുള്ളി പോയി, മോശ. പക്ഷേ പുള്ളികൾ വരും പോകും, പെട്ടകം നിൽക്കും, വചനം നിൽക്കും. ദൈവജനത്തിന് മാർഗദർശമായി ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ വചനവും മുമ്പിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യ്. നിന്നെ മരുഭൂമിയിൽ കൂടെ നടത്തുവാൻ, കട്ടതയിൽ കൂടെ നടത്തുവാൻ, പ്രയാസത്തിൽ കൂടെ നടത്തുവാൻ തടസ്സങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നടത്തുവാൻ പെട്ടകത്തിന് കഴിയും. യോർദാൻ കരകവിഞ്ഞ് ഒഴുകട്ടെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ദൈവമക്കളെ, 2015 നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയിൽ കൂടെയാണ് പോകാൻ പോകുന്നത്, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നാളെ എന്താ അറിയത്തില്ല. 2014 നമ്മുടെ വിട്ടു, 15 കയറി, 13 തീയതിയായി. നാളെ 14. നമുക്കറിയത്തില്ല എന്താണ് ഇരിക്കുന്നതെന്ന്. ഈ വഴി നമ്മൾ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ പോയോ പോയില്ലെന്ന് വിഷയമല്ല. യുഗങ്ങളുടെ പാറയായവൻ, കാലമെല്ലാം അറിയുന്നവൻ, ആരംഭത്തിന് മുമ്പ് അവസാനം അറിയുന്നവൻ എന്റെ മുമ്പാകെ നടകൊള്ളുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് അവനെ പിൻഗമിക്കുവാൻ ഞാൻ ഒന്നും ഭയപ്പെടണ്ട, ഞാൻ ഒന്നും പേടിക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും പിൻപറ്റുവാൻ തീരുമാനിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിനക്ക് ഭയപ്പെടാൻ ആർക്കും അവകാശമില്ല. ധൈര്യത്തോടെ 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 ഇന്നൊരു തീരുമാനമെടുക്ക്. ഞാൻ വചനത്തിന്റെ പുറകെ പോകും. പ്രൈസ് ഗോഡ്. അപ്പൊ നിങ്ങൾ ഇത് മുമ്പ് ഈ വഴിക്ക് ഇത് തിരിച്ചു വായിച്ചു നോക്കിയേ. നിങ്ങൾ പോകാത്ത വഴിയിൽ കൂടെ നടക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇന്ന് വരെ പോയിട്ടില്ലാത്ത വഴിയിൽ കൂടെ നടക്കാൻ പോകുകയാണ്. 2015 ജനുവരി 13 തീയതിയിലത്തെ വഴിയല്ല 14. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം നാളെ വരും, ഒരു ദിവസം നാളെ വരും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നം നാളെ വരും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ ജനത്തെ ജയത്തോടെ നടത്തത്തക്കവണ്ണം ഹല്ലേലൂയ യഹോവയുടെ നിയമത്തിന്റെ പെട്ടകം മുമ്പിൽ പോകുന്നിടത്തോളം കാലം ഞാൻ അതിനെ പിൻപറ്റിയാൽ മാത്രം മതി. തടസ്സങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് അവ എന്റെ ദൈവത്തിന്റെ പിന്നാലെ, എന്റെ ദൈവത്തിന്റെ കൂടെ ഞാൻ അക്കരെ കടക്കും. ഞാൻ വാഗ്ദത്ത ദേശത്ത് എത്തും. പാലും തേനും ഒഴുകുന്ന അനുഭവം എനിക്ക് കിട്ടും. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാമോ? എന്ത് സിമ്പിൾ അല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് 5 എണ്ണം കൊടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അവരോട് പറഞ്ഞു, നിങ്ങൾ 5 കാര്യം വിശ്വസിക്കണം. 5 ഇൻസ്ട്രക്ഷൻ മാത്രം പോരാ, അതിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. കാരണം യോർദാൻ ഗലീലയിൽ നിന്ന് ചാവുകടൽ വരെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, അങ്ങോട്ട് കിടക്കാൻ വഴിയുണ്ടോ? കുറച്ച് ദൂരം പോയാൽ വഴിയില്ല, പിന്നെയും പോയി വഴിയില്ല, ഇങ്ങോട്ട് പോയി വഴിയില്ല. കണ്ണെത്താവുന്ന ദൂരത്തോളം നോക്കി നദി അങ്ങനെ കിടക്കുകയാണ്, 2 സൈഡിലേക്ക് കിടക്കുകയാണ്. ക്രോസ് ചെയ്യാൻ വഴിയില്ല. പക്ഷേ ഒറ്റ വഴിയുണ്ട്. നീ വഴി കണ്ടുപിടിക്കണ്ട, നിനക്ക് വേണ്ടി വഴി ഉണ്ടാക്കുന്ന ബുൾഡോസർ പോലെ ഒരുവൻ മുമ്പിൽ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വഴിയില്ലാതെ അവൻ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മുന്നേ കൂടെ യേശുവിന്റെ പെട്ടകം, വചനത്തിന്റെ പെട്ടകം മുന്നോട്ട് പോകുന്ന അനുഭവം ഈ നാളുകളിൽ കർത്താവേ നീ ഒഴിച്ചു കൊടുക്കണമേ. ആമേൻ. പെട്ടകം മുമ്പേ പോവുക. പ്രൈസ് ഗോഡ്. പക്ഷെ യു ഹാവ് ടു ബിലീവ് സർട്ടൻ തിങ്സ്. വിശ്വസിക്കണം. 10-ാം വാക്യം മുതൽ യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. വിശ്വസിക്കാമോ? 1, ജീവനുള്ള ദൈവം ഞങ്ങളുടെ ഇടയിലുണ്ട്. ജീവനുള്ള ദൈവം എന്റെ ഭവനത്തിലുണ്ട്. ജീവനുള്ള ദൈവം എന്റെ ബിസിനസ്സിലുണ്ട്. ജീവനുള്ള ദൈവം എന്റെ ഓഫീസിലുണ്ട്. ജീവനുള്ള ദൈവം ഞാൻ യാത്ര ചെയ്ത വാഹനത്തിലുണ്ട്. ജീവനുള്ള ദൈവം ഞാൻ കിടന്നുറങ്ങുന്ന ഭവനത്തിലുണ്ട്. ജീവനുള്ള ദൈവം ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഉണ്ട്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. ജീവനുള്ള ദൈവം എന്റെ കൂടെയുണ്ട്. ആമേൻ. ഈ ജീവനുള്ള ദൈവത്തിന്റെ പ്രത്യേകത വായിക്കാൻ നേരമില്ല എങ്കിലും യെശയ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്. 45 എടുക്കണ്ട,
അവൻ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മറ്റ് ദൈവത്തെ ഉള്ളതല്ല ജീവനുള്ള ദൈവം. ജീവനില്ലാത്ത ദൈവത്തെ നീ ചുമന്നുകൊണ്ട് നടക്കണം. എന്നാൽ ജീവനുള്ള ദൈവം നിന്നെ ചുമന്നുകൊണ്ട് നടക്കും. നീ ചുമക്കണ്ട, നിന്നെ ചുമക്കുന്ന ദൈവം, നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവം, നീ മരിക്കുവോളം ചുമക്കുന്ന ദൈവം, മരണത്തിനപ്പുറത്തും ചുമക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. ആദ്യം വിശ്വസിക്കേണ്ടത്. നാളെ അതിശയം കാണാനുള്ള പരിപാടിയാണ് പറയുന്നത് കേട്ടോ. ശുദ്ധീകരിക്കണം, എന്നിട്ട് വിശ്വസിക്കണം, ജീവനുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ട്. Oh, how we are serving not a dead God, a living God. വിശ്വസിക്കണം, സ്തോത്രം ചെയ്യുക. We are serving a living God. We are serving a living God. We are serving a living God. Oh Jesus. അടുത്തത്, അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, യബൂസ്യർ എന്നിവരെ നീക്കിക്കളയും. എന്തിനെ പേരെടുത്ത് പറഞ്ഞേക്കുന്നത് അറിയാമോ? എന്തിനെ പേരെടുത്ത് പറഞ്ഞറിയാമോ? ആരായാലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവൻ നീക്കിക്കളയും. ഏതവനായാലും, എത്ര വലിയ വമ്പനായാലും, എത്ര വലിയ ശത്രുവായാലും, നിന്റെ വഴി തടഞ്ഞു നിൽക്കുന്നവന്, നിന്റെ അവകാശത്തെ പിടിച്ചു വച്ചിരിക്കുന്നവന്, നിന്റെ വാഗ്ദത്തത്തെ കൈവശം വച്ചിരിക്കുന്നവനെ നീക്കിക്കളയും. ഞാനല്ല, നീയല്ല, നാം വിശ്വസിക്കുന്ന ദൈവം 2015 അവൻ നീക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാമോ? He will demolish എന്ന് പറയുന്നത്. He will demolish, ഇടിച്ച് നിരപ്പാക്കുന്നു. ഹല്ലേലൂയ. എന്റെയും നിന്റെയും മുമ്പിൽ അവകാശങ്ങളെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന സകല ദുഷ്ടശക്തികളെയും ദൈവം ഇടിച്ച് നിരപ്പാക്കും, ഇടിച്ച് നിരപ്പാക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവജനമേ, കരമടിച്ചവനെ സ്തുതിച്ച് ആരാധിക്കുക. He is going to demolish, he is going to demolish, he is going to demolish. ആമേൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ വന്നതിനേക്കാൾ ഉഷാറായെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന വിശ്വാസം നിങ്ങൾ സ്തോത്രം പറഞ്ഞേ. ഇനി പ്രശ്നത്തിന്റെ നേരെ നോക്കി പറയ, ഗിർഗശ്യരും കനാന്യരായ 10 ജാതികളും 31 രാജാക്കന്മാരും വിചാരിച്ചിട്ട് നേരെ നിൽക്കാൻ പറ്റിയില്ല. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കയില്ലെന്ന് വാഗ്ദത്തം ലഭിച്ച യോശുവയുടെ നേരെ നിൽക്കാൻ ഒരു ശക്തിക്കും സാധിക്കാതെ നടത്തിയ ദൈവകൃപ നിനക്ക് വേണ്ടി നിൽക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സമയമില്ല, വീട്ടിൽ പോയിട്ട് വായിക്കണം. ജീവകാലത്ത് ഒരിക്കലും നിന്റെ നേരെ യോശുവേ ഒരുത്തനും നിൽക്കത്തില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്തത്, ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി വെളിപ്പാട് മാറിയോ? കടക്കുന്നു. വെളിപ്പാട് മാറിയോ? 3-ാം വാക്യത്തിൽ പറഞ്ഞത് യഹോവയുടെ നിയമത്തിന്റെ പെട്ടകമെന്നല്ലേ? നോക്കിയേ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകം. ഇവിടെ എന്ത് പറഞ്ഞെന്ന് വായിച്ചേ? ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം. ഇത് സാധാരണ ദൈവമല്ല, സർവഭൂമിക്കും നാഥനായവനാണ് നിന്നെയും എന്നെയും സൂക്ഷിക്കുന്നത്, നിന്നെയും എന്നെയും നടത്തുന്നത്, നിന്നെയും എന്നെയും മറുകര എത്തിക്കുന്നത്, നിന്നെയും എന്നെയും കരകവിഞ്ഞൊഴുകുന്ന യോർദാനൻ കര കടത്തുന്നത്. സർവഭൂമിക്ക് നാഥനായ, സർവഭൂമിക്ക് നാഥനായ, സർവഭൂമിക്ക് നാഥനായ വെളിപ്പാട് വരട്ടെ, വെളിപ്പാട് വരട്ടെ, വെളിപ്പാട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ഉടവല ഹദ്ര ജമനക രഗദേ സന്തൽ ഖൗഡ ജാബ രഗദ ജനമല ഹത്തല മൗഡേ ഹത്ത രഗദ ജനമല ഹത്തല മൗഡ രഗദ ഉത്ത രഗദ ചന്ദല മൗഡ ശമ്മ തര മാല ധിഗ രഗദ ജഗന യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കാരണം ഉപനാമൊന്നുമല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2:10 വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അങ്ങനെ അവന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും സർവരുടെയും മുഴങ്കാൽ മടങ്ങും. ഇന്ന് രാത്രി നീ വഹിക്കുന്ന നാമം അനേകം മുഴങ്കാലുകൾ മടക്കുന്ന നാമമായിരിക്കാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. 2015 നിങ്ങൾ ഈ വഴി പോയിട്ടില്ല, പേടിക്കണ്ട, ഇതാണ് നിങ്ങൾ പോകാൻ പോകുന്ന വഴിയെന്ന് വായിച്ചേ. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന്
ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുകയും സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സർവശക്തന്റെ പെട്ടകം നീ തോളിൽ വെച്ചുകൊണ്ട് വചനപ്രകാരം പ്രമാണപ്രകാരം മുന്നോട്ട് വീണാൽ നിന്റെ ഉള്ളംകാൽ ചവിട്ടുമ്പം നിൽക്കാനുള്ളതേ ഉള്ളൂ ഈ പ്രശ്നമെന്ന്, ഈ കരകവിഴുന്ന പ്രശ്നം. അതിന് അത്ര ആയുസുള്ളെന്ന്. പ്രമാണം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രമാണം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ പ്രമാണവും ചുമന്നുകൊണ്ട്, ഈ പ്രമാണവും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നീ ഉള്ളംകാലെടുത്ത് വച്ചാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഇനി 13 വാക്യം മുഴുവൻ വായിച്ചട്ടെ. അത് തന്നെ വായിച്ചോ. രണ്ടായി പിരിയും. അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെടും. നിയമപ്പെട്ടകം മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുന്നൊരു വാക്ക് അവിടെ കണ്ടുണ്ടല്ലോ. അത് 15 കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. നിന്നല്ല, നിൽക്കും. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. മേൽ നിന്നൊഴുകുന്ന വെള്ളം നിൽക്കും. ആ ജനുവരി മാസം 14-ാം തീയതി നിന്നെ മുക്കിക്കളയാൻ വഴിതടഞ്ഞു നിന്നിരുന്ന ചില ഒഴുക്കുകൾ നിൽക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ചില ഒഴുക്കുകൾ നിൽക്കും, ചില ഒഴുക്കുകൾ നിൽക്കും, ചില മേൽവെള്ളത്തിന്റെ ഒഴുക്കുകൾ നിൽക്കും. യേശുവിന്റെ നാമത്തിൽ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. വിശ്വസിക്കണം കേട്ടോ. ഈ 5 കാര്യങ്ങൾ വിശ്വസിച്ചാൽ കാണാൻ പോകുന്ന കാര്യങ്ങൾ 15 തൊട്ട് 15, 16, 17 വായിച്ച് അവസാനിപ്പിക്കും. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ. നടന്നതെന്നാ പറഞ്ഞതിനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതലാണോ? കാല് വെള്ളത്തിൽ ഉള്ളംകാല് ചവിട്ടുമ്പോൾ എന്ന് പറഞ്ഞു, പക്ഷെ വായിക്കുന്നത് വക്കത്ത് മുങ്ങിയപ്പോൾ. എന്താ കാര്യം എന്നറിയാമോ? ചവിട്ടാൻ വിഷയങ്ങളുടെ മുമ്പിൽ നീ ചവിട്ട ദൂരത്തോളം ചിറ പോലെ പോകും. പ്രൈസ് ഗോഡ്. കണ്ണുകൊണ്ട് കാണുകയാണ്. വലത്തുവശത്ത് നിന്ന് ഇടത്തുവശത്തേക്ക് ഒഴുകി കിഴക്കോട്ട് പോവുകയാണ്, പടിഞ്ഞാട്ടോട്ട് പോവുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നിന്റെ നേരെ തെക്കോട്ട് വരേണ്ട വെള്ളത്തെ ദൈവം തടുത്തു നിർത്തിയപ്പോൾ അത് പടിഞ്ഞാട്ട് പോയി, രക്ഷയില്ല വേറെ. അത് കിഴക്കോട്ടും പോയി, രക്ഷയില്ല വേറെ. കാരണം നിന്റെ നേരെ വരാനുള്ള ശക്തി അതിന് ക്ഷയിച്ചു കഴിഞ്ഞു. ഇനി അത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ പൊക്കോട്ടെ, നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് യേശുവിന്റെ നാമത്തിൽ. എന്തൊരു സന്തോഷമുള്ള കാഴ്ചയല്ലേ? അല്ലെ, എന്തൊരു സന്തോഷമുള്ള കാഴ്ചയാ. എന്റെ നേരെ വരേണ്ട വെള്ളം, കവിഞ്ഞൊഴുകി വരേണ്ട വെള്ളം, കുത്തിയൊലിച്ചു വരേണ്ട വെള്ളം ദൈവം തടുത്ത് നിർത്തിയപ്പോൾ അതിന് ഒഴുകാതിരിക്കാൻ പറ്റത്തില്ല. അത് എങ്ങോട്ടൊഴുകി? കുറെ പടിഞ്ഞാട്ടൊഴുകി, കുറെ തെക്കിഴക്കോട്ടൊഴുകി. ആ ദൂരം കൂടിയ എനിക്കെന്ന എന്റെ മുമ്പിൽ വഴി തുറന്നു കഴിഞ്ഞു. എന്റെ മുമ്പിൽ വഴി തുറന്നു കഴിഞ്ഞു. നിന്റെ മുമ്പിൽ വഴി തുറന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ, നിനക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം വഴി തുറന്നു കഴിഞ്ഞു. ആമേൻ. വായിക്കാം അടുത്താഴോട്ട്. അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം ഇല്ലാതെ പോയത് അവിടെ നിർത്തി. പിന്നെ കുറെ കിടപ്പില്ലേ, ഇതിനെ മാറ്റി. ആമേൻ. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ശരി, ഇനി ഈ വെള്ളം എന്തോ ചെയ്യും? അതിനെ
നിന്റെ മുമ്പിൽ കിടന്ന് കളിച്ച വിഷയങ്ങൾ, 2014 നിനക്ക് തടസ്സം നിന്ന വിഷയങ്ങൾ തള്ളി മാറ്റിക്കൊണ്ട് വാഗ്ദത്തങ്ങളെ കൈവശമാക്കുവാൻ, വാഗ്ദത്ത ഭൂമിയെ കൈവശമാക്കുവാൻ വഴി തുറക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുക. അഞ്ചാമത്, ജനം എരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു. ഇപ്പൊ ധൈര്യം വെച്ചു. മുമ്പ് വക്കത്ത് ചവിട്ടിയ പാർട്ടി ഇപ്പൊ മുമ്പോട്ടിറങ്ങി. എവിടെ എത്തി? നടുവിലെത്തി. പെട്ടകവും ചുമന്നുകൊണ്ട് നടുവിൽ നിൽക്കുകയാണ്. എവിടെയാണ്? ഉണങ്ങിയ നിലത്ത്. ഉണങ്ങിയ നിലത്ത്. 2015 നിന്നെ ഉണങ്ങിയ നിലത്ത് നിർത്താൻ, കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ നിന്ന് ഭയന്ന് ഓടാൻ തുടങ്ങിയ സ്ഥാനത്ത്, പേടിച്ചു നിൽക്കുന്ന സ്ഥാനത്ത് നിന്നെ ധൈര്യപ്പെടുത്തുക മാത്രമല്ല, നിന്നെ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഉറപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഉറച്ചു നിർത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അടുത്തും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. അവിടെ ഒരു പ്രയോഗങ്ങൾ കണ്ടോ? ഉണങ്ങിയ നിലത്തുകൂടി തന്നെ കടന്നുപോയെന്ന്. കാല് നനഞ്ഞില്ലെന്ന്, ചെരുപ്പൂരിയില്ലെന്ന്. ഇന്ന് രാത്രി നിന്റെ കാല് നനയാതെ, ചെരുപ്പൂരാതെ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ നദിയുടെ ശക്തി ക്ഷയിപ്പിച്ച് അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട്, ഒഴുക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട്, ഒഴുകിയതിനെ തള്ളി മാറ്റിക്കൊണ്ട് നിന്റെ കാൽപാദം അവൻ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം അവൻ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അവനെ ഒന്ന് ആരാധിക്കാമോ? ആമേൻ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ കേറി വന്നതിനേക്കാൾ ഇപ്പം എനിക്ക് ഇച്ചിരി ബലമുണ്ടെന്ന് വിശ്വസിച്ച കാര്യം വരുന്നത് സ്വതന്ത്രം ചെയ്താട്ടെ. അങ്ങനെ എഴുന്നേറ്റ് നേരടി പാട്ടുപാടി ആരാധിച്ച് മടങ്ങി പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകാം. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണൂരിനവൻ തുടയ്ക്കും. 2014 കരഞ്ഞ ജീവിതമേ, 15 കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ട്. ഭാരങ്ങളാൽ നീ വളരുകയോ, രോഗങ്ങളാൽ നീ
സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ കടന്നു വന്ന ഓരോ ജീവിതങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഈ വചനത്തിൻ്റെ നിവർത്തീകരണം കർത്താവെ നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണത്തക്കവണ്ണം യോശുവ താൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത നിർദ്ദേശങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ നിയമപ്പെട്ടകവും അത് ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ വാസസ്ഥലം വിട്ടു പുറപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ജനം, ഹല്ലേലൂയ, അവർ ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കാതെ വണ്ണം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് രാത്രി തന്നെ വെളിപ്പെട്ടതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം എന്നിന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് ഞങ്ങൾ തടസ്സമാകാതെ വണ്ണം ഞങ്ങളെ തന്നെ ഒന്ന് ഇന്ന് രാത്രി ക്രമീകരിപ്പാൻ, മാത്രമല്ല ഹല്ലേലൂയ, ഞങ്ങൾ പോകാത്ത വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തത്തക്കവണ്ണം ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ജീവനുള്ള ദൈവം, സർവഭൂമിയുടെയും നാഥനായ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി അതിശയകരമായി അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിന്റെ മുന്നിൽ തടസ്സമായി നിന്ന് യോർദാൻ നദിയുടെ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തിയതുപോലെ മുന്നിലുള്ള വെള്ളം ഹല്ലേലൂയ വാർന്നു പോകത്തക്കവണ്ണം ഉണങ്ങിയ നിലമാക്കി അതിൽ കൂടെ ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി അക്കരെ എത്തിച്ചതുപോലെ ഞങ്ങളുടെ മുന്നിലുള്ള തടസ്സ വിഷയങ്ങളൊന്നും നിൽക്കാതെ വണ്ണം ഇന്ന് രാത്രി പൂർണ്ണമായി പരിഹരിച്ചു തന്ന് ദൈവത്തിന്റെ ഒരു അത്ഭുത സാക്ഷിയാകത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതോർത്ത് സ്തോത്രം. അതിന് തക്കവണ്ണമുള്ള വചനം ഇന്ന് രാത്രി അതിന്റെ ശക്തി വ്യാപരിച്ചതോർത്ത് സ്തോത്രം. ശുശ്രൂഷിപ്പാനങ്ങളുടെ ഭൃത്യനെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾ ഇന്നുവരെയും കാണാത്ത ഒരു വിടുതൽ ഈ 2015 ആരംഭ നാളുകളിൽ തന്നെ കാണത്തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിച്ചതോർത്ത് സ്തോത്രം. വിശ്വാസത്തോടെ, ഉറപ്പോടെ, പ്രത്യാശയോടെ, ധൈര്യത്തോടെ, സമാധാനത്തോടെ ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി അയക്കുന്നതോർത്ത് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെ ബുധനാഴ്ച പതിവ് പോലെ മോർണിംഗ് പ്രയർ ഫേസ് സീറ്റിൽ ഉണ്ടായിരിക്കും. താല്പര്യമുള്ള കടന്നു വരാം 6:30 മുതൽ 8:30 വരെ. പ്രൈസ് ഗോഡ്. രണ്ടാമതൊരു കാര്യം കൂടെ പറയട്ടെ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. 2015 എന്നോട് വ്യക്തമായി ദൈവത്തിൻ്റെ ഇന്ന് രാത്രി സംസാരിച്ചു. എന്നോട് സംസാരിച്ചു, നിങ്ങളോട് സംസാരിച്ചു. സ്തോത്രം ചെയ്യുക. നാളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോടും നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ മറക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.